ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു 6-7 മാസത്തിന് ശേഷം നമ്മളൊന്ന് ചെന്നൈയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആദ്യം പോകേണ്ടത് ബ്രോഡ്വേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ബ്രോഡ്വേ എന്നാണ് നമുക്ക് സെൻട്രലിലോട്ട് ബസ് കിട്ടുന്നത്. അപ്പോൾ പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ലൈറ്റൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ബ്രോഡ്വേയിൽ തന്നെ ഒരു ഇലക്ട്രിക്കൽ സ്ട്രീറ്റിൽ കയറി കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ് കയറിയിട്ട് സെൻട്രലിൽ പോകണം. അവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ. അങ്ങനെ നമുക്ക് അവിടുന്ന് ബസ്സൊക്കെ കിട്ടി. നമ്മൾ അവിടുന്ന് ചെന്നൈ സെൻട്രലിൽ വന്നു. നമുക്കിനി ഇവിടുന്ന് ഒരു ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് താമരത്ത് പോകണം. MGR സെൻട്രലിൽ നിന്നല്ല നമുക്ക് ട്രെയിൻ, അവിടുന്ന് കൊല്ലത്തോട്ടേ ഉള്ളൂ. നമുക്ക് പുനലൂരാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് താമരത്ത് പോയി അവിടുന്ന് വേണം പോകാൻ. അങ്ങനെ നമ്മൾ താമരത്ത് വന്നു, ട്രെയിനിൽ കയറി. അപ്പോൾ ഇവിടുന്ന് തന്നെ പോകുന്ന ട്രെയിനാണ്, അതുകൊണ്ട് തിരക്ക് നല്ല കുറവായിരുന്നു. മെയിനായിട്ട് തിരക്ക് കുറവായതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പുനലൂർ പോകുന്നത്. പിന്നെ കൊല്ലത്ത് പോയിട്ട് എനിക്ക് നാട്ടിലോട്ട് പോകുന്നതും കുറച്ച് ദൂരമാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ എടുത്തു. നമ്മൾ രാവിലെ ആകുമ്പോഴത്തേന് പുനലൂർ ചെല്ലും. അങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേന് നമ്മൾ പുനലൂർ എത്തി. ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു വണ്ടിയിൽ, മണ്ഡലകാലം ആയതുകൊണ്ട് എല്ലാവരും തമിഴ്നാട്ടുകാർ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ പുനലൂരിൽ നിന്ന് 5 നമ്മൾ ബസ് കയറി. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒരു 6 മണി 7 മണി സമയത്തൊക്കെ അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 5 വന്നപ്പോൾ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നാടൊക്കെ ഒരുപാട് നാൾക്ക് ശേഷം കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ.